Welcome to Science of Economics. I am Dr. Sajini Jayaprasad. Indian Economy-യുടെ ആദ്യ ചാപ്റ്റർ 4 ഭാഗങ്ങളായി നിങ്ങൾ പഠിച്ചുവല്ലോ. ഇനി രണ്ടാം ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യൻ ഇക്കോണമി 1950-1990. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ. സെക്കൻഡ് ചാപ്റ്ററിനെ 2 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ, പഞ്ചവത്സര പദ്ധതികളും അവയുടെ കാലയളവും, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ പഞ്ചവത്സര പദ്ധതികൾ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഈ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി സമയത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അങ്ങേയറ്റം ദുർബലവും അവികസിതവുമായിരുന്നുവെന്ന് ആദ്യ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും തിരഞ്ഞെടുക്കാൻ സ്വതന്ത്ര ഇന്ത്യയിലെ നേതാക്കന്മാർ ശ്രമം ആരംഭിച്ചു. The leaders of independent India decided to choose parliamentary democracy as our political system and mixed economy as our economic system. രാഷ്ട്രീയമായി പാർലമെന്ററി ജനാധിപത്യവും സാമ്പത്തികമായി മിശ്ര സമ്പദ് വ്യവസ്ഥയും ഇന്ത്യ സ്വീകരിച്ചു. അതുപോലെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗത്തിനും ത്വരിതഗതിയിലുള്ള വികസനത്തിനുമായി ഇന്ത്യ ആസൂത്രണവും തിരഞ്ഞെടുത്തു. മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലാതെയുള്ള പ്രധാനപ്പെട്ട മറ്റു 2 സമ്പദ് വ്യവസ്ഥകളാണ് മുതലാളിത്തവും സോഷ്യലിസവും. ആദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസം. വാട്ട് ഈസ് ക്യാപിറ്റലിസം ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? Capitalism is an economic system in which most of the resources are owned by private individuals for profit. ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഗവൺമെൻറ് ഇടപെടൽ ഇല്ലാതാക്കുന്ന നയം, ലേസസ് ഫെയർ പോളിസി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. അതുപോലെ സ്വകാര്യ സ്വത്ത്, ലാഭം, വില സംവിധാനം, കൺസ്യൂമേഴ്സ് സോവറിറ്റി അഥവാ ഉപഭോക്താവിൻ്റെ പരമാധികാരം എന്നിവയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വില സംവിധാനം, പ്രൈസ് മെക്കാനിസം അഥവാ മാർക്കറ്റ് മെക്കാനിസത്തിലൂടെയാണ് പരിഹരിക്കുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലാഭേച്ഛയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് എക്കോണമി എന്നും വിളിക്കും. അടുത്തതായി സോഷ്യലിസം. വാട്ട് ഈസ് സോഷ്യലിസം ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? Socialism is an economic system in which all the resources are owned and controlled by government or the public sector. പൊതു നന്മ ലക്ഷ്യമാക്കി ഉൽപാദന ഉപാധികൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം. ഇവിടെ പൊതുമേഖല മാത്രമേ ഉള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. സ്വകാര്യ മേഖലയ്ക്ക് യാതൊരു റോളുമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി CPA, സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാകും. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ CPA ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനാൽ ഈ സമ്പദ് വ്യവസ്ഥയെ കമാൻഡ് എക്കോണമി എന്നും വിളിക്കും. സാമ്പത്തിക ആസൂത്രണവും ക്ഷേമവും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇന്ത്യക്ക് അനുയോജ്യമായി തിരഞ്ഞെടുത്തത്
മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. വാട്ട് ഈസ് മിക്സ്ഡ് ഇക്കോണമി ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മിക്സ്ഡ് ഇക്കോണമി ഈസ് എ മിക്സ്ചർ ഓഫ് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. Some important decisions are taken by the government and some are taken by individuals. In a mixed economy, there exist both public property and private property. ഇന്ത്യ സ്വീകരിച്ച മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മിക്സ്ഡ് ഇക്കോണമി ദാറ്റ് ഇന്ത്യ ഫോളോഡ്. Public sector has a dominant and leadership role. പൊതുമേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം. Private sector also has an active role but will be controlled by the government. ഗവൺമെൻറ് നിയന്ത്രണത്തോടെ സ്വകാര്യ മേഖലയ്ക്ക് സജീവ പങ്കാളിത്തം. കോംപ്രിഹെൻസീവ് പ്ലാനിംഗ്, സമഗ്രമായ ആസൂത്രണം. Remember, the Industrial Policy Resolution of 1948 and the Directive Principles of the Indian Constitution reflected the mixed economic policy of the government. അടുത്തതായി നമ്മൾ പരിഗണിക്കുന്നത് സാമ്പത്തിക ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളുമാണ്. ആദ്യം സാമ്പത്തിക ആസൂത്രണം, ഇക്കണോമിക് പ്ലാനിംഗ്. What is economic planning? Planning is a process by which resources are allocated according to predetermined manner so as to achieve certain goals and targets. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങൾ പങ്കിടുന്ന പ്രക്രിയയാണ് സാമ്പത്തിക ആസൂത്രണം. അതായത് രാജ്യത്തിൻ്റെ വിഭവങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിൻ്റെ രൂപരേഖയാണ് പ്ലാനിംഗ്. പ്ലാനിംഗ് ആദ്യമായി ആരംഭിച്ചത് റഷ്യയിലാണ്. ഇൻ റഷ്യ, പ്ലാനിംഗ് വാസ് എ ഗ്രാൻഡ് സക്സസ്. The success of planning in Russia popularized the concept of planning in India. We adopted the Soviet model of planning. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികളാണ് നാം മാതൃകയായി സ്വീകരിച്ചത്. സർ എം വിശ്വേശ്വരയ്യ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്. ഇൻ 1934, വിശ്വേശ്വരയ്യ പബ്ലിഷ്ഡ് എ ബുക്ക് titled Planned Economy in India, in which he presented a constructive draft of the development of India in next 10 years. This was the first academic work towards planning. എന്നാൽ പ്രശസ്ത സ്റ്റാറ്റിസ്റ്റീഷ്യനായ PC മഹലനോബിസ്, പ്രസന്ന ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പ്രധാന ശില്പി എന്നറിയപ്പെടുന്നത്. PC Mahalanobis is the chief architect of Indian planning. ഈ സംവിധാനം, ഇക്കണോമിക് പ്ലാനിംഗ്, ഇന്ത്യയിൽ 1947 മുതൽ 2017 വരെ നിലവിലുണ്ടായിരുന്നു. This was carried through the 5-year plans developed, executed and monitored by the Planning Commission from 1951 to 2014 and the NITI Aayog from 2015 to 2017. 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായി ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. With the Prime Minister as its chairman, the commission has a nominated deputy chairman. Jawaharlal Nehru was the first chairman of Planning Commission. Gulsarilal Nanda was the first vice chairman of Planning Commission and Montek Singh Ahluwalia was the last. 1951 പഞ്ചവത്സര പദ്ധതി തുടങ്ങി. ഇതിനോടകം 12 പഞ്ചവത്സര പദ്ധതികൾ പൂർത്തിയായി. The table on the screen shows
the 5-year plans undertaken so far. പഞ്ചവത്സര പദ്ധതികളും അവയുടെ പീരീഡും ഓർത്തുവെക്കുന്നതിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടന്ന ചില സംഭവ വികാസങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നല്ലതായിരിക്കും. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിച്ചത് 1951 പറഞ്ഞുവല്ലോ. അപ്പോൾ ആദ്യ പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണെന്നറിയാം. The first 5-year plan was mainly focused in development of agriculture. The plan was based on HD model, Harrod-Domer model. രണ്ടാം പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയാണ്. The second plan focused on the development of the public sector and rapid industrialization. The plan followed the Mahalanobis model. മൂന്നാം പദ്ധതിയുടെ കാലയളവ് 1961 മുതൽ 1966 വരെയായിരുന്നു. We know that the first and second 5-year plans were implemented more or less smoothly, but the third 5-year plan ran into difficulties. In 1962, the war between India and China occurred, and so the priority was shifted to the defense. Again, in 1965 to 1966, India fought a war with Pakistan. There was also a severe drought in 1965. Due to miserable failure of the third plan, the government was forced to declare plan holidays. During this period, the country had only annual plans. 3 annual plans from 1966 to 67, 67 to 68, and 68 to 69. Subsequently, the economic conditions improved and the fourth 5-year plan was launched. So, നാലാം പദ്ധതിയുടെ കാലയളവ് 1969 മുതൽ 74 വരെ. At this time, Indira Gandhi was the Prime Minister. During this period, 14 major banks were nationalized. അഞ്ചാം പദ്ധതിയുടെ കാലയളവ് 1974 മുതൽ 1979 വരെയാണ്. The fifth 5-year plan also ran into difficulties. In 1975, on Indira's advice, President imposed a state of emergency. After the end of emergency, in the general election of 1977, all of the political parties of the opposition fought together against the Congress and were successful in defeating the Congress. Subsequently, Morarji Desai became the first non-Congress Prime Minister of the country. The new Janata government at the center terminated the fifth plan 1 year before its due date of completion and introduced the rolling plan. അപ്പോൾ അഞ്ചാം പദ്ധതിയുടെ കാലയളവ് 1974 മുതൽ 1978 വരെയാണ്, 79 വരെ അല്ല. കാരണം മൊറാർജി ഗവൺമെൻറ് അഞ്ചാം പദ്ധതി തീരുന്നതിന് 1 വർഷം മുമ്പ് പദ്ധതി സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ അധികം താമസിയാതെ മൊറാർജി ഗവൺമെൻറ് താഴെ വീണു. Thereafter, with the Congress support, Charan Singh became the Prime Minister of the country. വൈകാതെ കോൺഗ്രസ് ചരൺ സിംഗിനുള്ള അവരുടെ സപ്പോർട്ട് പിൻവലിക്കുകയും തന്മൂലം ചരൺ സിംഗിന് രാജിവെക്കേണ്ടതായും വന്നു. In 1980, the Congress returned to power with an absolute majority and Indira Gandhi was elected Prime Minister a second time. Immediately, the Indira government terminated the rolling plan and started the 6th 5-year plan for the period 1980 to 1985.
This sixth five-year plan marked the beginning of economic liberalization, and this was the end of Nehruvian socialism. ഈ കാലയളവിലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. It was an Indian army operation inside the Golden Temple, resulting thousands of deaths. Subsequently, on 31st October 1984, Indira Gandhi was shot dead by two of her bodyguards. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. രാജീവ് ഗാന്ധിയുടെ കാലയളവിലാണ് സെവൻത് ഫൈവ്-ഇയർ പ്ലാൻ ആരംഭിച്ചത്. The seventh five-year plan was started for the period 1985 to 1990. ഈ കാലയളവിലാണ് VP Singh, വിശ്വനാഥ് പ്രതാപ് സിംഗ് exposed some irregularities known as Bofors scandal. Consequently, Singh was expelled from Congress and formed the Janata Dal, and with the help of several anti-Congress parties also formed the National Front. 1989 ജനറൽ ഇലക്ഷനിൽ നാഷണൽ ഫ്രണ്ട് അധികാരത്തിൽ വരികയും BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സപ്പോർട്ടോടുകൂടി VP സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ BJP withdrew its outside support and VP Singh had to resign. At this time, with the Congress support, Chandrasekhar became the Prime Minister of the country. എന്നാൽ ഇതും അധിക നാൾ നീണ്ടില്ല. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതിനാൽ ചന്ദ്രശേഖർ ഗവൺമെൻറ്റും താഴെ വീണു. The next 2 years, 1990 to 1992, passed away without any plan. There was plan holiday. It was due to political instability and economic crisis in the country. Between 1990 and 1992, there were only annual plans. In the general election of 1991, Congress under the leadership of PV Narasimha Rao, Pamulapati Venkata Narasimha Rao formed a government. 1991 തന്നെ റാവു ഗവൺമെൻറ് അധികാരമേറ്റെങ്കിലും 1992 മാത്രമേ അവർക്ക് 8ാം പദ്ധതി ആരംഭിക്കുവാൻ സാധിച്ചുള്ളൂ. So, the 8th five-year plan covered the period 1992 to 1997. During this period, Rao took steps to liberalize the economy and appointed Manmohan Singh as finance minister. It was the beginning of liberalization, privatization and globalization in India. 1996 റാവു ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും പിന്നീടുള്ള 3 വർഷത്തിനുള്ളിൽ 4 പ്രധാനമന്ത്രിമാരെ നമുക്ക് കാണേണ്ടതായും വന്നു. അതായത് 2 tenures of അടൽ ബിഹാരി വാജ്പേയി, 1 tenure of HD ദേവഗൗഡ and 1 tenure of IK Gujral. The period of the 9th five-year plan is 1997 to 2002. During this period, Vajpayee was Prime Minister. He took some concrete steps such as continued the liberalization process, conduct 5 underground nuclear explosions in Pokhran, Kargil War, etc. The period of the 10th five-year plan is 2002 to 2007, and the period of the 11th five-year plan is 2007 to 2012. It was in the period of Manmohan Singh. We started the 12th five-year plan on 1st April 2012 for the period 2012 to 2017. The 12th five-year plan was India's last five-year plan. There will be no 13th five-year plan.
in the general election of 2014, and Narendra Modi was elected as Prime Minister. Modi government decided to wind down the 65-year-old Planning Commission, and it was replaced by new body NITI Aayog, an acronym for National Institution for Transforming India. Note these points. Planning Commission has formed on 15th March 1950 and dissolved on 17th August 2014. NITI Aayog came into force on 1st January 2015. NITI Aayog is headed by the Prime Minister and a governing council of Chief Ministers of India. Narendra Damodar Das Modi is the first and present chairman of NITI Aayog. The Prime Minister will appoint a Vice Chairperson and a Chief Executive Officer (CEO). Arvind Panagaria was the first Vice Chairman and the present Vice Chairman is Sri Rajiv Kumar. Mr. Amitabh Kant is presently the CEO of NITI Aayog. NITI Aayog is an institute of think tank with experts in it. It is a commission to help government in social and economic issues. Also, it provides strategic and technological advice on economic matters. അടുത്തതായി പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ചില പ്രത്യേക ലക്ഷ്യങ്ങളും മുൻഗണനാക്രമങ്ങളുമുണ്ട്. ഇതിനെ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്നാണ് വിളിക്കുക. എന്നാൽ എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ട്. ദ കോമൺ ഗോൾസ് ഫോർ 5-year പ്ലാൻസ് ആർ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, ഇക്വിറ്റി, സമത്വം എന്നിവയാണ്. ഇത്തരത്തിലുള്ള പൊതുവായ ലക്ഷ്യങ്ങളെ ദീർഘകാല ലക്ഷ്യങ്ങൾ, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. Let us now learn about the common goals of planning. ആദ്യം ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. ഒരു രാജ്യത്തിൻ്റെ GDP അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ക്രമമായി വർദ്ധിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. It refers to increase in the country's capacity to produce goods and services. The GDP of a country is derived from different sectors of the economy, namely agricultural, industrial and service sectors. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളുടെ സംഭാവന ഒരുമിച്ച് കൂട്ടിയാണ് GDP കണക്കാക്കുന്നത്. The contribution made by each of these sectors makes up the sectoral contribution or structural composition of the economy. That means, as an economy grows, the contribution of agriculture to GDP declines and the contribution of industry and services increases. More clearly, when an economy develops, the importance of primary sector diminishes and secondary and service sectors increases. അതായത് സാധാരണയായി ഒരു രാജ്യം അവികസിതമായിരിക്കുമ്പോൾ ആ രാജ്യത്തെ തൊഴിൽ സേനയുടെ ഭൂരിഭാഗവും കാർഷിക മേഖലയിലായിരിക്കും തൊഴിൽ ചെയ്യുക. എന്നാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറയുകയും വ്യാവസായിക മേഖലയുടേത് കൂടുകയും ചെയ്യും. ക്രമേണ സേവന മേഖല വികസിക്കുകയും ഉയർന്ന വളർച്ചയിലെത്തുമ്പോൾ മൊത്തം തൊഴിൽ സേനയുടെ നല്ലൊരു ഭാഗം സേവന മേഖലയിൽ തൊഴിൽ ചെയ്യുകയും ചെയ്യും. ഇപ്രകാരം വികസനത്തിൻ്റെ ഗതി അനുസരിച്ച് വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് ഘടനാപരമായ മാറ്റം സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയും. എന്നാൽ ഇന്ത്യയിൽ ഈ മാറ്റം കാർഷിക മേഖലയിൽ നിന്നും നേരിട്ട് സേവന മേഖലയിലായി.
സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിന്നും ഇത് വ്യക്തമാണ്. അടുത്തതായി മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഈസ് കോൾഡ് മോഡേണൈസേഷൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡേണൈസേഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് ചേഞ്ചസ് ഇൻ സോഷ്യൽ ഔട്ട്ലുക്ക്. പിന്തിരിപ്പൻ മനോഭാവത്തിലുള്ള മാറ്റവും പുരോഗമന ആശയങ്ങളുടെ സ്വീകാര്യതയും ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടുന്നു. ആധുനികവൽക്കരണം തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകും എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. സത്യത്തിൽ ആധുനികവൽക്കരണം തൊഴിലവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം കമ്പ്യൂട്ടർ വൽക്കരണം. ദീർഘകാല ലക്ഷ്യങ്ങളിൽ അടുത്തതായി നമ്മൾ പരിഗണിക്കുന്നത് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം. സെൽഫ് റിലയൻസ് മീൻസ് റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്. വികസനത്തിനായി സ്വന്തം രാജ്യത്തെ വിഭവ സമ്പത്തിനെ ആശ്രയിക്കുന്നതിനാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. The first 7 5-year plans gave importance to self-reliance, which means avoiding imports of those goods which could be produced in India itself. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുക. ഈ നയത്തിന് മികച്ച ഫലമുണ്ടാകുകയും ചെയ്തു. ഭക്ഷ്യോൽപാദനം, ഡിഫൻസ്, സ്പേസ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ നമുക്ക് മികച്ച നേട്ടം കൈവരിക്കാനായി. ഇപ്പോൾ സൂചിപ്പിച്ച 3 ലക്ഷ്യങ്ങൾ അർത്ഥപൂർണമാകണമെങ്കിൽ സമത്വം, ഇക്വിറ്റി എന്ന 4ാമത്തെ ലക്ഷ്യം നേടിയെങ്കിലേ പറ്റൂ. അതായത് ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവ നേടിയിട്ടും അവിടുത്തെ നല്ലൊരു ശതമാനം ആൾക്കാരും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എങ്കിൽ ഈ നേട്ടങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. സോ it is important to ensure that the benefits of growth reach the poor sections. വളർച്ചയുടെ നേട്ടങ്ങൾ തുല്യതയോടെ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനെയാണ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എന്നിവ ഓരോ പൗരനും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Every Indian should be able to meet his or her basic needs such as food, a decent house, education and health care. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ചില പ്രധാന കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. After independence, politically India chose parliamentary democracy and economically mixed economy. Major economic systems: capitalism, socialism and mixed economy. Features of capitalism: laissez-faire policy. Most of the resources are owned by private individuals. Central problems are solved by market forces. Goods and services are distributed on the basis of purchasing power of people. Features of socialism: central problems are solved by Central Planning Authority (CPA). Goods and services are distributed by the government. All the resources are owned and controlled by government or the public sector. Features of mixed economy: coexistence of public sector and private sector. The market will provide goods and services. Comprehensive planning. പ്ലാനിങ്ങിലേക്ക് കടക്കുമ്പോൾ വാട്ട് ഈസ് ഇക്കണോമിക് പ്ലാനിംഗ്? പ്ലാനിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് resources are allocated according to
predetermined manner so as to achieve certain goals and targets. M. Visvesvaraya is known as the father of Indian economic planning. P.C. Mahalanobis is the chief architect of Indian planning. Planning Commissionilekku kadakkumbol, Planning Commission has formed on 15th March 1950. Jawaharlal Nehru was the first chairman of Planning Commission. Gulzarilal Nanda was the first vice chairman of Planning Commission and Mondek Singh Ahluwalia was the last. Planning Commission has dissolved on 17th August 2014. Planning Commission was replaced by NITI Aayog. NITI Aayog came into force on 1st January 2015. Narendra Modi is the first and present chairman of NITI Aayog. Goals of 5-year plans. Growth. Increase in country's capacity to produce goods and services. Modernization. Adoption of modern technology. Self-reliance. Relying on oneself. Equity. Guarantee the benefits of growth to the poor. അടുത്ത വീഡിയോയിൽ പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്ത ഈ ലക്ഷ്യങ്ങൾ ആദ്യ 7 പദ്ധതികളിൽ, അതായത് 1950 മുതൽ 1990 വരെയുള്ള കാലയളവിൽ എത്രത്തോളം ഫലമുണ്ടാക്കി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. താങ്ക് യു.